വോട്ടെടുപ്പ് കഴിഞ്ഞ് വിധിയറിയാൻ 1 മാസം കാത്തിരിക്കേണ്ടി വന്നു. എണ്ണിക്കഴിഞ്ഞപ്പോൾ UDFന് 102 സീറ്റിന്റെ വ്യക്തമായ ലീഡ്. ഉടനെ മുഖ്യമന്ത്രി ആരെന്ന് പ്രഖ്യാപിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ ആ പ്രഖ്യാപനം കേൾക്കാൻ 10 ദിവസം വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. അവസാനം വിധി പ്രഖ്യാപനമുണ്ടായി. VD സതീശൻ കേരളം ഭരിക്കും. VD സതീശൻ മുഖ്യമന്ത്രിയാണ് എന്ന് കേട്ടപ്പോൾ പലരുടെയും മനസ്സിലുണ്ടായ ചോദ്യം ഇതാണ്: ഇത് പ്രഖ്യാപിക്കാൻ എന്തിനാണ് ഇത്രയും കാലതാമസം വരുത്തിയത്? അത് കോൺഗ്രസിൻ്റെ പ്രത്യേകതകൾ അറിയാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ചോദ്യമാണ്. 3 പേരും മുഖ്യമന്ത്രി പദത്തിന് യോഗ്യതയുള്ളവരാണ്, ആഗ്രഹിച്ചവരാണ്, ഒരു പരിധിവരെ അവകാശം പറയാവുന്നവരുമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല, AICC നേതാവായ KC വേണുഗോപാൽ. 3 പേരുടെയും അണികളും അവരുടെ നേതാക്കന്മാർ കേരളം ഭരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഒരു തീരുമാനമുണ്ടാവുക എളുപ്പമായിരുന്നില്ല. ഹൈക്കമാൻഡിലേക്ക് തീരുമാനത്തിന് നിർദ്ദേശങ്ങൾ നൽകപ്പെട്ടു. ഹൈക്കമാൻഡിനെ പലരും കരുതുന്നത് കൽപ്പിക്കുന്ന ഒരു ഉന്നതാധികാര സമിതി എന്നാണ്. ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ അങ്ങനെയാണ്. കോൺഗ്രസ്സിൽ പോലും ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്ത് ഹൈക്കമാൻഡ് വലിയ ശക്തിയുള്ള ഒരു കേന്ദ്രമായിരുന്നു. സോണിയാഗാന്ധിയുടെ ആരംഭകാലത്തും ആ ശക്തി ഒട്ടൊക്കെ ഈ പ്രസ്ഥാനത്തിനുണ്ടായിരുന്നു. പിന്നീടത് ചോരുകയും പരിഹാസ രൂപത്തിൽ ലോ കമാൻഡ് എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ വിശേഷിപ്പിക്കുകയും ചെയ്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഉന്നത അധികാര സമിതി മാറുകയുണ്ടായി. ഒരു കാര്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ: ഹൈക്കമാൻഡ് ഏത് പാർട്ടിയുടേതാണെങ്കിലും അത് AI സംവിധാനമൊന്നുമല്ല. മാനുഷിക പരിഗണനകൾ വലിയ തോതിൽ പുലർത്തേണ്ടുന്ന ഒരു സമിതിയാണ്. 4-5 കാര്യങ്ങളാണ് ഹൈക്കമാൻഡ് ആരായി തീരണം മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പാലിച്ചത് എന്ന് തോന്നുന്നു. ഒന്നാമത്തേത് MLA-മാരുടെ പിന്തുണയാണ്. MLA-മാരുടെ പിന്തുണ KC വേണുഗോപാലനാണ് എന്ന് പരക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിന് തൊട്ട് താഴെയുള്ളത് VD സതീശനാണ്. 3-ാം സ്ഥാനത്താണ് രമേശ് ചെന്നിത്തല എന്ന് റിപ്പോർട്ടുകളിൽ കാണുന്നു. ഈ 2 പേരും, അതായത് 2-ാം സ്ഥാനത്തും 3-ാം സ്ഥാനത്തുമുള്ളവർ KC വേണുഗോപാലിന് ഉള്ള പിന്തുണയുടെ 5-ലൊന്നോ 4-ലൊന്നോ മാത്രം MLA-മാരുടെ പിന്തുണയുള്ള അവസ്ഥയിലാണ്. അതുമാത്രം പരിഗണിച്ചാൽ പോരാ എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ സമയം ഹൈക്കമാൻഡ് എടുത്തത് എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് രണ്ടാമതായിട്ട് അവർ പരിശോധിക്കുന്നത് സ്വാഭാവികമായിട്ടും ജനവികാരം ആരുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്നൊരു നിഗമനത്തിലെത്താൻ ഹൈക്കമാൻഡിന് സാധിക്കാതെ പോയതിൻ്റെ കാര്യം നമുക്കറിയാം. 3 നേതാക്കന്മാർക്കും അണിബലമുണ്ട്. അവർ നിരത്തിലിറങ്ങി പ്രകടനങ്ങൾ നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ 3 പേർക്കും സൈബർ സേനയുമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾ തീരുമാനിക്കുന്ന അവസ്ഥ ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ളതായിരുന്നില്ല. അതുകൊണ്ടാണ് ഹൈക്കമാൻഡ് 3ാമതൊരു മാർഗത്തിലേക്ക് തിരിഞ്ഞത്. കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാം അഭിപ്രായം നേരിട്ടോ ഫോൺ വഴിയോ ഹൈക്കമാൻഡ് സ്വീകരിക്കുകയുണ്ടായി. അവരും ഏകാഭിപ്രായം പറയാത്തത് കൊണ്ടാണ് കോൺഗ്രസിന്റെ ഉന്നതാധികാര സമിതിയായ വർക്കിംഗ് കമ്മിറ്റി എങ്ങനെ ചിന്തിക്കുന്നുവെന്നറിയുന്നതിന് അവരുമായി സംസാരിച്ചത്. ഇതിനെല്ലാം ശേഷമാണ് അവസാനം VD സതീശൻ എന്ന ഒറ്റ പേരിലേക്ക് എത്തിയത്. അത് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ തങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുമെന്ന് കരുതി ഇരുന്ന നേതാക്കന്മാരെയും അവരുടെ അണികളെയും അനുനയിപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു. അതിനുള്ള സമയം കൂടി എടുത്തതുകൊണ്ടാണ് ഇത്രയും ദീർഘമായ ഒരു കാലാവധി, ഇത്രയും വലിയ വിജയം വരിച്ചിട്ട് പോലും ആവശ്യമായി വന്നത്. ഈ കാലതാമസമൊക്കെ ഒരുപക്ഷെ ജനങ്ങൾ മറന്നുവെന്ന് വരാം. ഇതിന് ഒരു പരിഹാരം ആയി ജനങ്ങൾ കരുതുന്നത് നല്ല ഭരണമാണ്. മാത്രവുമല്ല, 102 സീറ്റിൻ്റെ ലീഡ് എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തനത്തിൻ്റെ മാത്രം ഫലമാണ് എന്ന് ചിന്തിക്കാത്തവരുമുണ്ട്. അത് ഭരണവിരുദ്ധ വികാരം എന്നുള്ളതിനേക്കാൾ ഭരണത്തിന് നേതൃത്വം വഹിച്ച തലവനോടുള്ള വ്യക്തിപരമായ വൈരം കൊണ്ട് ഉണ്ടായ വലിയ ഭൂരിപക്ഷമാണ്
എന്നുകൂടി കോൺഗ്രസ് നേതാക്കന്മാർ മനസ്സിലാക്കണമെന്ന പൊതുവായ ഒരു വികാരം കേരളത്തിലുള്ളതുപോലെ തോന്നുന്നു. അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ ഇന്നലകളെ മറക്കുകയും നാളേക്ക് ഉറ്റുനോക്കുകയും ചെയ്യുകയാണ്. സൽഭരണത്തിലൂടെ അത് ജനക്ഷേമകരമായ ഭരണമാണ്, മനുഷ്യത്വപരമായ ഭരണമാണ്. അതുപോലെ തന്നെ മാന്യത കലർന്ന സംസാരവും പ്രവൃത്തിയും ഇടപെടലുമുള്ള എളിമയാർന്ന ഭരണമാണ്. അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ വികസനം ആ മേഖലയിൽ ഉണ്ടാകാനാണ് ജനം ആഗ്രഹിക്കുന്നത്.